കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യർക്ക് അവർ സംരക്ഷണം കൊടുക്കുമെന്ന് ശ്രീ എ കെ ബാലൻ പറയുന്നത് കേട്ടു. ശ്രീ പി ജയരാജന് സംരക്ഷണം ഒരുക്കുമെന്ന് കെ സുരേന്ദ്രൻ പറയുന്നത് കേട്ടു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ CPM-മാരുടെ സംരക്ഷണം RSS-ഉം RSS-ന്റെ സംരക്ഷണം CPM-ഉം ആണെന്ന് ഈ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി. ഈ രണ്ടുപേരിൽ നിന്നുള്ള സംരക്ഷണമല്ല, ഈ രണ്ടുപേരും നടത്തുന്ന വർഗീയതയ്ക്കെതിരായിട്ടുള്ള കാവൽ നിൽപ്പ്, വർഗീയതയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന്റെ കാവൽ നിൽപ്പും സംരക്ഷണവും അത് ഞങ്ങൾ ഏറ്റെടുത്തോളാം. പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പോടെയും UDF ഉപതെരഞ്ഞെടുപ്പിന് ഗുണമാവും. അദ്ദേഹത്തിന്റെ കട്ടൻ ചായയും പരിപ്പോടെയും കൊണ്ട് അദ്ദേഹത്തിന് മാത്രമേ ഗുണമുള്ളൂ. എന്തായാലും പുസ്തകം വായിച്ചിട്ടില്ലല്ലോ, പുസ്തകം ഇറങ്ങട്ടെ. പുസ്തകം ഇറങ്ങുമ്പോൾ എന്തായാലും പി ജയരാജന്റെ ആത്മകഥ നിർബന്ധമായും വാങ്ങുകയും വായിക്കുകയും ചെയ്യും. അതുറപ്പാണ്. കാരണം ആ സന്തോഷം കൊണ്ടല്ല, ഞാൻ എല്ലാ പുസ്തകങ്ങളും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാരുടെയൊക്കെ ആത്മകഥകൾ വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ പി ജയരാജന്റെ ആകുമ്പം ഉറപ്പായും വായിക്കും. അത്